സോഴ്സസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഉറവിടം. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മളൊക്കെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുളിക്കാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്, ഒരു ഉറവിടം എന്ന് പറയുന്നത് വെല്ലാണ് അല്ലേ. വെല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കിണർ. നെക്സ്റ്റ് വൺ ബോർവെൽ. ബോർവെൽ മീൻസ് ഗ്രൗണ്ടിനോട് അടുപ്പിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കിണറുകൾ കേട്ടോ. നീണ്ടിട്ടുള്ള ഗ്രൗണ്ടിനോട് അടുപ്പിച്ചിട്ടുള്ള കുഞ്ഞു കിണറുകളാണ് ബോർവെല്ല്. റെയിൻ വാട്ടർ, നമ്മളെ മഴവെള്ളം. പോണ്ട്, കുളം, ലേക്ക്, തടാകം. ഇതൊക്കെയാണ് നമ്മളെ വാട്ടറിൻ്റെ സോഴ്സസ്. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്. നെക്സ്റ്റ്, അപ്രോക്സിമേറ്റ്ലി ഡെയിലി യൂസ് ഓഫ് വാട്ടർ. നമ്മളൊരു ദിവസം എത്ര വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഏകദേശ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡെയിലി നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്. യൂസസ് ഓഫ് വാട്ടർ. ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ്, അതായത് ലിറ്ററിൽ എത്ര ക്വാണ്ടിറ്റിയാണ്? 2.5 to 3.5 ലിറ്റർ. 2.5 മുതൽ 3.5 ലിറ്റർ വരെ നമുക്ക് എന്തിനു വേണം? ഡ്രിങ്ക് ചെയ്യാൻ, കുടിക്കാൻ വേണ്ടിയിട്ട് വേണം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഈ 1 ലിറ്റർ ബോട്ടിലാണ് അല്ലേ. 1 ലിറ്റർ നോർമലി നമ്മൾ കുടിക്കാൻ വാങ്ങുന്നത്. അതിൽ കുറവും കൂടുതലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 1 ലിറ്ററിന് തന്നെ എത്ര ക്യാഷ് വേണമെന്നുള്ളത് അല്ലേ. 20 റുപ്പീസൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2.5 to 3.5 ലിറ്റർ. ഇത്രയാണ് ഒരാൾ 1 ഡേ നമ്മൾ കുടിക്കുന്നത്, നമ്മളിൽ ഒരാൾ കുടിക്കുന്നത്. അപ്പോൾ എത്ര വാട്ടർ വേണം? ഇനി ബാക്കിയുള്ളത് എന്തിനൊക്കെയാണ് നമുക്ക് നോക്കാം. ടു കുക്ക് ഫുഡ്. ഫുഡ് കുക്ക് ചെയ്യാൻ 3 ലിറ്റർ to 4 ലിറ്റർ, 3 മുതൽ 4 ലിറ്റർ വരെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ടു വാഷ് വെസൽസ്, പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് 6 to 8, 6 ലിറ്റർ മുതൽ 8 ലിറ്റർ വരെ നമ്മൾ വെസൽസ് കഴുകാൻ യൂസ് ചെയ്യുന്നുണ്ട്. ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്, കുളിക്കാനും ഡ്രസ്സ് വാഷ് ചെയ്യാനും 30 ലിറ്റർ, 30 ലിറ്ററോളം നമുക്ക് ആവശ്യമുണ്ട്. ഫോർ സാനിറ്റൈസേഷൻ, ക്ലീനിങ്ങിനൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എത്രയാണ് യൂസ് ചെയ്യുന്നത്? 50 ലിറ്റർ. ഫോർ അതർ പർപ്പസ്, അതല്ലാതെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ 30 ലിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1 ഡേ, ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ടോട്ടൽ എത്രയാണ്? 121.5 to 125.5. 121 ലിറ്റർ മുതൽ 121.5 ലിറ്റർ മുതൽ 125 ലിറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1 ലിറ്ററിന് തന്നെ നമ്മൾ ഇത്ര ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേണം? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത്, വാട്ടർ മിസ്യൂസ് ചെയ്യരുത്. അതായത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വാട്ടർ യൂസ് ചെയ്യുക. ഇത് ഒരു ഡേത്തെ കണക്ക് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും വേണം. നമ്മൾ ഒരു മാസം, അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ എത്ര ലിറ്റർ വെള്ളം വേണം നമുക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് വേണം വാട്ടർ യൂസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. Availability of fresh water is decreasing due to increase in population and increase in the level of water pollution. നമ്മൾ ഓരോ ജനങ്ങളും, അതായത് ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എത്രത്തോളം മനുഷ്യരുണ്ട് അത്രത്തോളം വാട്ടർ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലെവലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 crore people in the world do not have access to sufficient amount of fresh water. നമ്മളെ വേൾഡിൽ 200ഓളം കോടി ജനങ്ങളിന് എന്ത് കിട്ടുന്നില്ല? ഫ്രഷ് വാട്ടർ കിട്ടുന്നില്ല. നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ, നമുക്കൊക്കെ ഫ്രഷ് വാട്ടർ കിട്ടുന്നുണ്ട്. നമ്മൾ വേൾഡിൽ കൺസിഡർ ചെയ്യുമ്പോൾ 200 crore പീപ്പിൾസിന് എന്ത് കിട്ടുന്നില്ല? ഫ്രഷ് വാട്ടർ കിട്ടുന്നില്ല. ഇഫ് ദിസ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്, it is expected that the water shortage will become more severe in the coming years. Millions of people die all over the world every year due to disease caused by water pollution. ഇത്രയും ആളുകൾക്ക് വെള്ളം കിട്ടാത്ത ഈ ഒരു സിറ്റുവേഷന് തുടർന്നു പോയാൽ എന്ത് സംഭവിക്കുക? വരും വർഷങ്ങളിലൊക്കെ ജലക്ഷാമം എന്താവും? വാട്ടറിന് ഷോർട്ടേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്ന ജലമലിനീകരണം കാരണം വേൾഡിൽ മില്യൺസ് ഓഫ് പീപ്പിൾ, ദശലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്.
ഇത്രയും ആളുകൾക്ക് വെള്ളം കിട്ടാതെ അവർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് വാട്ടർ മാത്രം യൂസ് ചെയ്യുക, നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ജസ്റ്റ് മിസ് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, ഇതൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിന് എത്രത്തോളം വാട്ടറാണ് വേണ്ടതെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. വാട്ടർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? വാട്ടർ വേണം അല്ലേ? വാട്ടർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്, എല്ലാ ലിവിങ് തിങ്സിനും, അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരെ എല്ലാ ആവശ്യങ്ങൾക്കും വാട്ടർ വേണം. ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് നമ്മളൊരു ബോഡി സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പാർട്ടിനും എത്രയൊക്കെ വാട്ടറാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കണത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പെർസെൻറ്റേജ് മക്കൾ നോട്ട് ചെയ്യണം. ബ്രെയിൻ 73% വാട്ടറാണ് വേണ്ടത്. ബ്ലഡ് 94%, കിഡ്നി 79%, മസിൽസ് 75%, ഹേർട്ട് 75%, ലങ്സ് 83%, ബോൺസ് 31%. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു മനുഷ്യരെ ബോഡിയിൽ എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഓരോ പെർസെൻറ്റേജും ഇതിൽ ഏറ്റവും കൂടുതൽ എന്തിനാണ് വാട്ടർ വേണ്ടത്? ബ്ലഡിനാണ് അല്ലേ? 94% വേണം. അപ്പോൾ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലഡിന് എത്ര പെർസെൻറ്റേജാണ് വാട്ടർ വേണ്ടത് എന്നുള്ളത്, ബ്ലഡിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 94% ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ടർ ഇൻ പ്ലാന്റ്സ്.